ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കിച്ചൺ ഏപ്രൺ. സിമ്പിളാണ്, അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതുപോലെ ഒരു തുണി, ഞാനിപ്പോൾ ഒരു 35 ഇഞ്ചിലാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. 35 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു ഏപ്രൺ. മുട്ടിൻ്റെ അവിടെ കിടക്കുന്ന ആ ഒരു ലെങ്ത്ത് മതി സാധാരണ. ഇനി അതിലും കൂടുതൽ ലെങ്ത്ത് വേണ്ടവർക്ക് അത് നോക്കിയിട്ട് അളവ് നോക്കിയിട്ട് ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ 35 ഇഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. 35 ഇഞ്ച് ലെങ്ത്തുള്ള ഏപ്രണ് 2 ഇഞ്ച് സീം അലവൻസും കൂടെ കൊടുത്ത് 37 ഞാനിവിടെ മാർക്ക് ചെയ്തു. പിന്നെ നമുക്ക് ഷോൾഡറാണ് ചെയ്യേണ്ടത്. ഷോൾഡർ നമ്മൾ സാധാരണ ചുരിദാറിനൊക്കെ 7 ഇഞ്ചാണല്ലോ എടുക്കുന്നത്. അതേ ഷോൾഡർ മാർക്കിങ് തന്നെയാണ് ഞാനിവിടെ കൊടുക്കുന്നത്. 5 ഇഞ്ചായാലും മതി. 5 ഇഞ്ചാണ് നമ്മൾ സാധാരണ ഏപ്രണ് കൊടുക്കുന്നത്. പക്ഷേ അതിന് നമ്മളിവിടെ ക്രോസ് പീസ് വെച്ചിട്ടാണ് അത് അടിച്ച് പതിപ്പിക്കുന്നത്. ഇപ്പം ഞാൻ ഇതിൽ നിന്ന് തന്നെ ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് 7 ഇഞ്ച് എടുത്തിട്ടുള്ളത്. 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തു. സാധാരണ ചുരിദാറിന് 6.5 7ഒക്കെയാണ് നമ്മൾ ആം ഹോൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ 10 ഇഞ്ച് എടുക്കുന്നു. അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. 10 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിന് നമ്മുടെ ചെസ്റ്റ് എത്ര വേണമെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 3 എത്രയാണോ മെഷർമെൻറ്റ് വരുന്നത് അതനുസരിച്ചിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 11 ഇഞ്ചാണ് കൊടുക്കുന്നത്. 1 ഇഞ്ച് സീം അലവൻസും. അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി ഇവിടുന്ന് ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 3 ഇഞ്ച് മേലോട്ടേക്ക് വരയ്ക്കാം, കർവ് വരയ്ക്കാൻ. അതായത് ഇങ്ങനെ കുഴിച്ച് മുറിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു എൻഡിൽ കൂടെ ചെറിയൊരു കർവ് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ഈ ഒരു പോയിൻറ്റിൽ 11 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത ആ പോയിൻറ്റിലേക്ക് ഈ ഒരു കർവ് ചേർത്ത് വരച്ചു കൊടുത്തു. ഇനി ഇതിൻ്റെ ഇവിടുന്ന് ഈ ചെസ്റ്റ് പോർഷൻ്റെ അവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ടാണ്, നമ്മളവിടെ ഷേപ്പൊന്നും കൊടുക്കുന്നില്ല, സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കും. നമുക്കിതിന് കട്ട് ചെയ്തെടുക്കാം. ഈ 1 ഇഞ്ച് സീം അലവൻസാണ് ഫോൾഡ് ചെയ്ത് ഞാൻ അതുവഴി അടിച്ചു പോവുക ചെയ്യുന്നത്. ഇത്രയുമാണ് നമ്മുടെ ഇതിൻ്റെ കട്ടിങ്. അതിനുശേഷം നമുക്ക് ഈ നെക്ക് പോർഷൻ്റെ അവിടെ ഒരു നാട വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് എത്ര ഇഞ്ച് തുണി വേണമെന്ന് നോക്കാം. ഞാനിപ്പോൾ കഴുത്തിൻ്റെ അവിടെ വെച്ച് കൊടുക്കുന്നതിന് 21 ഇഞ്ചുള്ള ഒരു 25 നീളവും 3 ഇഞ്ച് വീതിയുമുള്ള ഒരു പീസ് തുണി എടുക്കാൻ പോകുന്നത്. മൂന്ന് ഇഞ്ച് വീതി, 21 ഇഞ്ച് നീളത്തിൽ. ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് നെക്ക് പോർഷൻ്റെ അവിടെ വരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ 22 അത്ര മതി. അതോ അല്ലെങ്കിൽ പിന്നെ ചെസ്റ്റ് പോർഷൻ്റെ അവിടെ നിന്ന് അതിൻ്റെ ആ നെക്ക് ഭാഗം താഴ്ന്നു പോകും. ഈ ഒരു ഇത് കട്ട് ചെയ്തെടുത്തു. ഇനി സൈഡിലേക്ക് നാട പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 25 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 22 ഇഞ്ചൊക്കെ മതിയാവും. 2 എണ്ണം വേണം. അതും ഇതേപോലെ തന്നെ 3 ഇഞ്ച് വീതിയിൽ
ഞാനിവിടെ 25 ഇഞ്ച് എടുക്കുന്നുണ്ട് ലെങ്ത്. വീതി 3 ഇഞ്ച് മതി. അതുപോലെ 2 എണ്ണം. 21 ഇഞ്ച് നീളത്തിൽ 3 ഇഞ്ച് വീതിയിൽ ഇത് നെക്ക് പോർഷനിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു നാടയാക്കാൻ വേണ്ടിയിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സൈഡിൽ നമുക്ക് 2 സൈഡും അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് 25 ഇഞ്ച് 3 ഇഞ്ച് വീതിയിൽ രണ്ട് പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒരറ്റത്തെ ആം ഹോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഞാനിങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാണ് അടിക്കുന്നത്. ഇവിടെ നിന്ന് മുതൽ നമ്മൾ ആം ഹോൾ മെല്ലിനെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് തരാം. ഷോൾഡറിൻ്റെ അവിടെ എത്താനാകുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അവിടെ കുത്തി നിർത്തിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഷോൾഡർ അടിച്ചെടുക്കാം. അതുപോലെ ഈ എൻഡിലെത്തുമ്പോഴും ഈ ആം ഹോളിൻ്റെ അവിടെ എത്തുമ്പോഴും ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ അടിച്ചെടുക്കുക. നമ്മളിത് ഷോൾഡറും 2 ആം ഹോളും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ അടി ഭാഗം മടക്കി അടിക്കുക. പിന്നെ അതിൻ്റെ നാടകൾ പിടിപ്പിച്ച് കൊടുക്കുക. അതെങ്ങനെ നോക്കാം. ഞാൻ ആദ്യം 2 സൈഡും അടിച്ചെടുക്കട്ടെ. അതുപോലെ മറ്റേ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി അടിഭാഗം മടക്കി അടിക്കാം. അടിഭാഗവും മടക്കി അടിച്ചു കഴിഞ്ഞു. സ്റ്റിച്ചിങ് കംപ്ലീറ്റായി. ഇനി നമുക്കതിൻ്റെ നാട അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിന് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ച പീസ് എടുക്കുക. ഈ ഒരു ക്ലോത്ത് 2 ആക്കി മടക്കി ഇതിൻ്റെ സൈഡിൽ കൂടി അടിച്ചു പോരുക. നമ്മളിത് ഇനി തിരിച്ചിടുക. നമ്മളിതുപോലെ തിരിച്ചിട്ടത് അതുപോലെ എല്ലാ നാടയും നമ്മൾ തിരിച്ചിട്ടിട്ട് വരിക. ഇതുപോലെയാണ് നമ്മൾ തിരിച്ചിട്ട് വരുമ്പോഴുണ്ടാവുക. ഇതുപോലെ എല്ലാം ചെയ്തെടുത്തതിന് ശേഷം അത് നമ്മൾ തയ്ച്ച് വെച്ചിട്ടുള്ള ഏപ്രണിലേക്ക് അറ്റാച്ച് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇത് നെക്കിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്യേണ്ടതാണ്. നമ്മൾ സൈഡിൽ വെക്കുന്ന നാടയ്ക്ക് ഒരറ്റം ഇതുപോലെ ഇങ്ങനെ അടിച്ചിട്ട് ഇതുവഴി സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചിട്ട് വരാം. ഒരു ഭാഗം ക്ലോസ് ചെയ്ത് അടിച്ചിട്ട് അത് അവിടെ നിന്ന് ഉള്ളിൽ പുറത്തേക്ക് എടുക്കാം. ഇതിവിടെ നിന്ന് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ള പെന്നോ
എല്ലാം ഇട്ടിട്ട് അകത്തോട്ട് ആക്കി തിരിച്ചിടാം. ഒരു സൈഡ് ഓപ്പൺ ആയിട്ടുണ്ടാവും, ഒരു സൈഡ് ഇതേപോലെ. ആ ഓപ്പണായ ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ബാക്കി പുറത്തോട്ട് ഉള്ള ഭാഗം ഇതേപോലെ ഒരു ഷേപ്പിൽ കിടന്നോളും. കണ്ടോ? അതേപോലെ ഇത് രണ്ടെണ്ണം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഇവിടെ ഏപ്രണുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന എങ്ങനെ നോക്കാം. ആദ്യം നമ്മൾ നെക്ക് പോർഷൻ്റെ അവിടെ സ്ട്രിങ് വെച്ച് കൊടുക്കാം. അത് ഉൾഭാഗത്താണ് വയ്ക്കുക. ഇത് ഇവിടെ വെച്ചിട്ട് നമുക്കൊരു ബോക്സ് പോലെ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. കഴുത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി രണ്ട് സൈഡിലേക്കും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ വെച്ചിട്ട് അതും ഒരു ബോക്സ് പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റൊരു സ്റ്റിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതേപോലെ ഈ ഭാഗവും വെച്ച് കൊടുക്കുക. ഈ ഒരു അറ്റത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു ബോക്സ് പോലെ തന്നെ ചെയ്താൽ വിട്ടു പോകില്ല പെട്ടെന്ന്. ഇതുപോലെ നേരെ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഏപ്രൺ. ഇതിൻ്റെ പണി കഴിഞ്ഞിരിക്കുന്നു. ഇതാ രണ്ട് സൈഡിലും നാട വെച്ചിട്ടുണ്ട്, കഴുത്തിലും ഇതേപോലെ നാട വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പോക്കറ്റ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഏപ്രൺ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.